Hello, good morning students. Today we will deal with some basics of rotational spectroscopy. As all of you know, rotational spectra falls in the microwave regions of electromagnetic radiation, that is from 1 to 100 centimeter inwards. And rotational spectra arises due to the transition between different rotational levels. And in order to show rotational spectra, the molecule should possess the permanent dipole moment. The rotating dipole moment is very much similar to that of the fluctuating electric field, so they can interact with the microwave regions of electromagnetic radiation and give rise to spectra. ഏതൊരു സ്പെക്ട്രോസ്കോപ്പിയുടെയും തിയറിറ്റിക്കൽ ട്രീറ്റ്മെന്റിൽ ആദ്യത്തെ സ്റ്റെപ്പ് എനർജിക്കുള്ള എക്സ്പ്രഷൻ കണ്ടുപിടിക്കലാണ്. ഇവിടെ നമുക്ക് ഒരു ഡയറ്റോമിക് ഹെട്രോ ഡയറ്റോമിക് മോളിക്യൂൾസിന്റെ റൊട്ടേഷന്റെ എനർജി എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഹെട്രോ ഡയറ്റോമിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, രണ്ട് ആറ്റംസ് ഒരുപോലെയല്ല, ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് ആറ്റംസ് ആണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് HCl എടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രജനും ക്ലോറിനും ഡിഫറെന്റ് ആയിട്ടുള്ള ആറ്റംസ് ആണ്. ഇവിടെ M1 M2 എന്ന് പറയുന്ന ഒരു ഹെട്രോ ഡയറ്റോമിക് ടൈപ്പ് മോളിക്യൂളിന്റെ റൊട്ടേഷൻ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ M1 മാസ് കൂടിയ ഒരു ആറ്റവും M2 മാസ് കുറഞ്ഞ ഒരു ആറ്റവും ആയിട്ടുള്ള ഒരു ഡയറ്റോമിക് മോളിക്യൂളാണ്. ആ രണ്ട് ആറ്റങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് R എന്ന് വിളിക്കട്ടെ. അപ്പോ ഡ്യൂറിംഗ് റൊട്ടേഷൻ ദിസ് R റിമെയിൻ കോൺസ്റ്റന്റ്. സോ നമ്മൾ ഇത് റൊട്ടേഷനെ കുറിച്ച് പഠിക്കാനുള്ള നമ്മളൊരു മോഡലാണ് റിജിഡ് റൊട്ടേറ്റർ മോഡൽ. ദാറ്റ് മീൻസ് ഡ്യൂറിംഗ് റൊട്ടേഷൻ ദ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ഡസ് നോട്ട് ചേഞ്ച്. ദിസ് ഡിസ്റ്റൻസ് ഡസ് നോട്ട് ചേഞ്ച് ഡ്യൂറിംഗ് റൊട്ടേഷൻ. അപ്പോ രണ്ടെണ്ണത്തിന്റെയും മാസ് ഡിഫറെന്റ് ആണ്. ഇവിടെ നമുക്ക് ഇതിന്റെ മാസ് M1 is greater than M2 എന്ന് വിചാരിക്കും. Okay, and this R remains constant during rotation. ഇനി ഇതിന്റെ മോളിക്യൂളിന്റെ റൊട്ടേഷൻ is through an axis which pass through the center of gravity ആണെന്ന് വിചാരിക്കാം. അപ്പൊ രണ്ടാറ്റത്തിന് നമ്മൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത് സെന്റർ ഓഫ് ഗ്രാവിറ്റി കൂടെയാണ്. അപ്പൊ നമുക്ക് ഈ പോയിന്റിൽ വെച്ചുകൊണ്ട് മോളിക്യൂളിനെ ബാലൻസ് ചെയ്യാം. അപ്പൊ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ആറ്റത്തിന്റെ മുഴുവൻ വെയിറ്റിനെയും നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ്. അപ്പൊ അത് M1ന്റെ മാസ് കൂടുതലായതുകൊണ്ട് അതിനടുത്തായിരിക്കും അല്ലെ. അപ്പോ ഈ പോയിന്റിൽ കൂടിയാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് വിചാരിക്കുക. ഓക്കെ, അപ്പോ ഇറ്റ് ഈസ് അസ്യൂം ദാറ്റ് റൊട്ടേഷൻ ഈസ് ത്രൂ ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദി സെന്റർ ഓഫ് ഗ്രാവിറ്റി. സോ നമുക്ക് എഴുതാം, ബാലൻസ് ചെയ്യാം. M1 R1 is equal to M2 R2. അപ്പൊ ഇത്രയും മാസം അതിന്റെ ഡിസ്റ്റൻസും കൊണ്ട് കൊടുക്കുന്ന സംഖ്യയായിരിക്കും M2 R2. അതുപോലെ തന്നെ നമുക്ക് ദിസ് ഡിസ്റ്റൻസ് R എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ദിസ് ഡിസ്റ്റൻസ് സെന്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസ് R1 എന്നും ഇത് മുതൽ ഇതുവരെയുള്ളത് R2 ആണെന്ന് ഇരിക്കട്ടെ. സോ R is equal to R1 plus R2. അപ്പോ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ കൂടിയാണ് റൊട്ടേഷൻ ആയതുകൊണ്ട് നമ്മൾ പഠിച്ചു M1 R1 is equal to M2 R2 ആയിരിക്കും. അവിടെ എഴുതി. ഇനി നമ്മൾ ഇതിൽ നിന്ന് R2 is equal to R minus R1 എന്ന് എഴുതാം. ഇനി നമ്മൾ R2ന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുതാം M1 R1 is equal to M2 R minus M2 R1. ഇനി ഇതിനെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളിത് മൈനസ് എന്നുള്ളത് പ്ലസ് ആവും. ഓക്കെ, ദെൻ M1 R1 പ്ലസ് M2 R1 is equal to M2 R എന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് R1 കോമൺ ആയിട്ട് പുറത്തെടുത്തു കഴിഞ്ഞാൽ M1 plus M2 R1 is equal to M2 R എന്ന് കിട്ടും. അതിൽ നിന്നും R1 is equal to M2 R divided by M1 plus M2 കിട്ടും. സിമിലർലി നമുക്ക് R2 M1 R by M1 plus M2 കിട്ടും. ഇവിടെ നോക്കൂ, R1 കിട്ടാൻ വേണ്ടി നമ്മൾ നോക്കിയപ്പോൾ M2 R ആണ്, M2 R, R2 ആയപ്പോൾ M1 R. ഓക്കെ, അപ്പോ നമുക്ക് R1ന്റെയും R2ന്റെയും വാല്യൂ കിട്ടി. ഇനി മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ആ വാല്യൂസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ R1ന്റെയും R2ന്റെയും വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് ഇങ്ങനെ കിട്ടും. R1ന്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. M1 അതേപോലെ ഉണ്ട്. ഇതിനെ സ്ക്വയർ ചെയ്തു. അപ്പോൾ രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ LCM M1 plus M2 the whole square ആണ്. then ഇതിനെ സ്ക്വയർ ചെയ്തു. M2 സ്ക്വയർ R സ്ക്വയർ, ഇവിടെ സ്ക്വയർ ചെയ്തപ്പോൾ M1 സ്ക്വയർ R സ്ക്വയർ. ഓക്കെ, അത് എല്ലാം കൂടി കൂട്ടി. ഓക്കെ, ഇനി നമുക്ക് ആദ്യത്തെ എല്ലാത്തിൽ നിന്നും കോമൺ ആയിട്ട് M1 M2 R സ്ക്വയർ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തേൽ ബാക്കിയായിട്ടുള്ള M2 ഉണ്ട്, രണ്ടാമത്തേൽ ബാക്കിയായിട്ടുള്ള M1 ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് രണ്ടും സെയിം ആണ്. ഇത് നമുക്ക് ഒരെണ്ണം ക്യാൻസൽ ചെയ്യാം. സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈസ് ഈക്വൽ ടു M1 M2 ഡിവൈഡ് ബൈ M1 പ്ലസ് M2 R സ്ക്വയർ. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി നിങ്ങൾ ആൾറെഡി ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഇസ് കാൾഡ് റെഡ്യൂസ്ഡ് മാസ്. സോ I is equal to മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈസ് ഈക്വൽ ടു R സ്ക്വയർ. റെഡ്യൂസ്ഡ് മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ. നമുക്കറിയാം ഏതൊരു മൂവിംഗ് ബോഡിയുടെയും കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് mv സ്ക്വയർ ബൈ 2 എന്നാണ്, അല്ലെങ്കിൽ ഹാഫ് mv സ്ക്വയർ. ഇതിനെ നമുക്ക് ഇങ്ങനെ വേണം എഴുതിക്കൂടെ, mv the whole square by 2m, where mv is called linear moment. p എന്ന് പറഞ്ഞ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. സോ kinetic energy of a moving body can be written as p square by 2m, where p is called a linear moment. For a rotating body നമുക്ക് whole energy is due to its motion, kinetic motion എന്ന് മാത്രം എടുത്തു കഴിഞ്ഞാൽ potential energy ഇല്ലെങ്കിൽ again we can write energy of a rotating body is equal to L square by 2a. ഇവിടെ p linear momentum ആയിരുന്നു. For a rotating body p can be replaced with L. L is called angular momentum. For a rotating body mass can be replaced with the moment of inertia. So we can write the energy of a rotating body is equal to L square by 2a, where L is angular momentum, I is moment of inertia. Now, according to quantum mechanics, this angular momentum L is quantized. So it can be written as L is equal to root of j into j plus 1 h by 2 pi. Okay. So L square എന്ന് എടുക്കുമ്പോൾ നമുക്ക് L square ആണ് ഈ എക്സ്പ്രഷനകത്തുള്ളത്. ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് പോയി. then h square by 4 pi square. ഓക്കെ, അതിന്റെ വാല്യൂ നമുക്ക് ഈ എക്സ്പ്രഷൻ ഇട്ട് കഴിഞ്ഞാൽ റൊട്ടേറ്റിംഗ് എനർജി ഈസ് ഈക്വൽ ടു h സ്ക്വയർ j ഇൻറ്റു j പ്ലസ് 1 ബൈ 8 pi സ്ക്വയർ ആയി ജൂൾസ്. ജൂൾസിലാണെങ്കിൽ അങ്ങനെ ജൂൾസിലാണ് നമുക്ക് ഇത് കിട്ടുക. സാധാരണ സ്പെക്ട്രോസ്കോപ്പിയിലെ എനർജി നമ്മൾ സെന്റിമീറ്റർ റിവേഴ്സിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, വേവ് നമ്പറിലാണ്. സോ നമുക്ക് അതിനെ HC കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു H ക്യാൻസൽ ചെയ്യും, താഴെ ഡിനോമിനേറ്ററിൽ C വരും. സോ എനർജി ഇൻ സെന്റിമീറ്റർ റിവേഴ്സിൽ എഴുതുമ്പോൾ H ഇൻറ്റു j ഇൻറ്റു j പ്ലസ് 1 ഡിവൈഡ് ബൈ 8 pi സ്ക്വയർ IC. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ എക്സ്പ്രഷനിൽ നമുക്ക് ഇത്രയും ഭാഗത്തിന് h by 8 pi square IC നമുക്കൊരു കോൺസ്റ്റന്റ് ആക്കി എഴുതാം, b is called a rotational constant. So energy of a rotating body is equal to bj into j plus 1. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ് ഇൻ സെന്റിമീറ്റർ റിവേഴ്സ്, where b is called a rotational constant, j is the rotational quantum number. So energy of a rotating body is quantized. It is not continuous. So rotational energy is quantized and it is equal to bj into j plus 1, where j is the rotational quantum number. When j is equal to 0, we have 0 point energy of 0. When j is equal to 1, putting the value of j is equal to 1, we have 1 into 1 plus 1, 2b. When j is equal to 2, 2 plus 1, 3 into 2, 6b. When j is equal to 3, we have 3 plus 1, 4 into 3, 12b. So we have energy level 0, 2b, 6b, 12b, etc. And rotational spectra arises due to transition between different rotational levels. So rotational spectra arises due to transition between the rotational
different rotation energy levels. All the transitions are not allowed. It is governed by some quantum mechanical selection rules. And the quantum mechanical selection rule for rotational spectra is delta J is equal to plus or minus 1. So when J is equal to 0, it is possible from J is equal to 0 to 1 state, and transition is possible from J is equal to 1 to 2 state, 2 to 3 state, plus 1 refers to absorption and minus 1 refers to emission. So J3 states to J2 state can be also, transition can be also possible. Also, transition is possible from J is equal to 2 to 1 state and J is equal to 1 to 0 states. Now, if you look at the rotational spectra of molecule, we can see that lot of transitions are possible, which is governed by selection rules. ഒരുപാട് ട്രാൻസിഷൻ പോസിബിൾ ഉണ്ട്. അത് സെലക്ഷൻ റൂൾ അനുസരിച്ചിട്ടാണ്. അപ്പോൾ 0ൽ നിന്ന് 1ലോട്ട് പറ്റും, 1ൽ നിന്ന് 2ലോട്ട് പറ്റും, 2ൽ നിന്ന് 3ലോട്ട് പറ്റും, തിരിച്ച് 3ൽ നിന്ന് 2ലോട്ട് പറ്റും, 2ൽ നിന്ന് 1ലോട്ട് പറ്റും, 1ൽ നിന്ന് 0ലോട്ട് പറ്റും. പക്ഷെ റൊട്ടേഷൻ സ്പെക്ട്രയിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അബ്സോർപ്ഷൻ സ്പെക്ട്ര പ്ലസ് മൈനസ് പ്ലസ് 1 എന്നുള്ളതാണ് പ്രോമിനന്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ റൊട്ടേഷൻ സ്പെക്ട്ര പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ഈ പല ട്രാൻസിഷൻസ് പ്ലസ് ഓർ മൈനസ് 1 സെലക്ഷൻ റൂൾ അനുസരിച്ചിട്ടുള്ള ട്രാൻസിഷൻസ് പോസിബിൾ ആണ്. അതിൽ പ്ലസ് 1 സെലക്ഷൻ റൂൾസ് അനുസരിച്ചിട്ടുള്ള ട്രാൻസിഷൻസ് പോസിബിൾ ആണ്. അപ്പോൾ 0ൽ നിന്ന് 1ലോട്ട് പറ്റും. അപ്പൊ അതിന്റെ എനർജി വാല്യൂസ് ഈ ഗ്യാപ്പ് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 2B ആണ്. 1ൽ നിന്ന് 2ലോട്ടുള്ളത് പറ്റും. അതിന്റെ ഗ്യാപ്പ് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ആ എനർജി നമ്മൾ ബിയുടെ യൂണിറ്റ് പറഞ്ഞാൽ 4B ആണ്. ഇനി 2ൽ നിന്ന് 3ലോട്ടുള്ള ട്രാൻസിഷൻ, അതിന്റെ എനർജി ചേഞ്ച് ഡെൽറ്റ ഇ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 6B ആണ്. ഓക്കെ, അപ്പോൾ 2B 0ൽ നിന്ന് 1ലോട്ടുള്ള ട്രാൻസിഷന്റെ ഫലമായിട്ട് നമുക്ക് സ്പെക്ട്രയിൽ, സ്പെക്ട്ര എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്പെക്ട്ര ഇസ് എ 2-dimensional പ്ലോട്ട് ഓഫ് ഇന്റൻസിറ്റി അഗെയിൻസ്റ്റ് എനർജി ഓഫ് റേഡിയേഷൻ. അപ്പൊ നമുക്ക് എനർജി 0ൽ നിന്ന് തുടങ്ങി 0ൽ നിന്ന് 1ലോട്ടുള്ള ട്രാൻസിഷന്റെ ഫലമായിട്ട് 2Bയിൽ ഒരു ലൈൻ ഉണ്ട്. അതുപോലെ തന്നെ J is equal to 1ൽ നിന്ന് 2ലോട്ടുള്ള ട്രാൻസിഷന്റെ ഫലമായിട്ട് 4Bയിലുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ഒറിജിനിൽ നിന്ന് തുടങ്ങണം. 0 മുതൽ നിന്ന് 1 മുതലോട്ടുള്ള ട്രാൻസിഷന്റെ ഫലമായിട്ട് 2Bയിൽ ഒരു ലൈൻ. ഓക്കെ, J is equal to 1ൽ നിന്ന് 2ലോട്ടുള്ള ട്രാൻസിഷന്റെ ഫലമായിട്ട് 4Bയിൽ. അപ്പോൾ എനർജി നമ്മൾ ഒറിജിൻ എപ്പോഴും 0യിലായിരിക്കും. 0 മുതൽ 2B ഡിസ്റ്റൻസിൽ ഒരു ലൈൻ, 0 മുതൽ 4B ഡിസ്റ്റൻസിൽ അനദർ ലൈൻ. അടുത്തത് Jയിൽ നിന്ന് 2ൽ നിന്ന് J is equal to 3ലോട്ടുള്ള ട്രാൻസിഷന്റെ ഫലമായിട്ട് നമുക്ക് 6Bയിൽ ഒരു ലൈൻ. ഓക്കെ, അപ്പൊ 3 എനർജി നമ്മൾ ഒറിജിനിൽ നിന്ന് തുടങ്ങണം. അത്രയും 6B എനർജി ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ സ്പെക്ട്ര പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് 2Bയിൽ ഒരു ലൈൻ, 4Bയിൽ ഒരു ലൈൻ, 6Bയിൽ ലൈൻ, 8Bയിൽ അങ്ങനെ. Rotational spectra consist of a series of lines with the frequency separation of 2B centimeter inverse. അപ്പോൾ ഒരു ഇക്വി ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു റൊട്ടേഷണൽ സ്പെക്ട്ര ആയിരിക്കും കിട്ടുക. അവ തമ്മിലുള്ള അകലം 2B centimeter inverse. So the frequency separation between successive lines in rotational spectra is 2B centimeter inverse.